ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയെ, ബദറിൽ പങ്കെടുത്ത ആളുകളെ അങ്ങ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത ആളുകൾ മുഅ്മിനീങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠരായ ആളുകളാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഞങ്ങൾ ബദറിൽ പങ്കെടുത്ത മലക്കുകളെയും കണക്കാക്കുന്നത്. ബദരീങ്ങളുടെ മഹത്വം പോലെ തന്നെയാണ് ബദർ ദിനത്തിനും ബദരീങ്ങളുടെ മദ്ഹ് പറയുന്നതിനുമൊക്കെ ഒരുപാട് മഹത്വമുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയുള്ള ചെറിയ ചെറിയ കുട്ടികളൊക്കെ ബദറിൽ പങ്കെടുത്ത ആളുകളെ പ്രകീർത്തനങ്ങൾ പാടുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് കടന്നു വരുന്നത്. നബി തങ്ങളെ കണ്ട ഉടനെ ആ ചെറിയ കുട്ടികൾ നബി തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പാടാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഇത് വേണ്ട, നിങ്ങൾ പാടിക്കൊണ്ടിരുന്ന ആ ബദരീങ്ങളുടെ മഹത്വം തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളുടെ മഹത്വത്തെയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ള സ്വഹാബികളോട് നബി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ കൽപ്പിച്ചു. ഇതൊക്കെ ബദരീങ്ങളുടെ മഹത്വത്തെ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.